59 മാർക്കായി. PhD ചെയ്യണമെങ്കിൽ എത്ര മാർക്ക് വേണം? ഡോക്ടർ പ്രിയ, ഡോക്ടർ മഞ്ജുള, ഡോക്ടർ യമുന, 55. PhDക്ക് എത്ര ശതമാനം മാർക്ക് വേണം? 55% മാർക്ക് വേണം. എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര ഉണ്ടായിരുന്നുള്ളൂ? 50. ഇപ്പൊ എത്ര മാർക്കായി? 59. അത് നിങ്ങൾ 50 മാർക്കേ വാങ്ങിച്ചിട്ടുള്ളൂ അല്ലെ? എഴുത്ത് പരീക്ഷയിൽ 50 കിട്ടിയുള്ളൂ. പക്ഷെ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അത് 59 റിഫ്ലക്ട് ചെയ്തു. ഇത്രയും മനോഹരമായി കുട്ടികളെ പൊന്നുപോലെ നോക്കുന്ന മറ്റേത് യൂണിവേഴ്സിറ്റി ഉണ്ട് ടീച്ചർ? ഒന്ന് പറഞ്ഞു തരൂ. എനിക്ക് ടോട്ടൽ അഗ്രിഗേറ്റ് 72.3%. ഇപ്പൊ നമ്മൾ 59% നിൽക്കുന്നത്. എന്നിട്ടും ഞാൻ കിന്നനാണ് എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. എന്താ കിന്നൻ? മഞ്ജുള ടീച്ചറെ, കിന്നൻ എന്താണ് അർത്ഥം? ആർക്കും ഒന്നും പറയാനില്ല. എന്നിട്ടും ഞാൻ കിന്നനാണ്. ഓക്കെ, ആർക്കും ഒന്നും പറയാനില്ല. കിന്നൻ എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖിതൻ. ഞാൻ ദുഃഖിതനാണ്, കാരണം എനിക്ക് 75% മാർക്ക് കിട്ടിയില്ല. അതാണ് മനുഷ്യപ്രകൃതം. 75% മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് O എന്നുള്ള ലെവലിൽ കിട്ടുമായിരുന്നു. ഇപ്പൊ A+ കിട്ടിയിട്ടുള്ളൂ. അതാണ് ഇഗ്നോ A++ നാക് അംഗീകാരം, ദ ഹയസ്റ്റ്. കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് A++ അംഗീകാരം? ഒരാൾ പറയൂ, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടോ എന്ന്. എന്നിട്ടാണ് നമ്മൾ ഗീർവാണം മുഴക്കുന്നത് ഇഗ്നോയ്ക്ക് അംഗീകാരം ഉണ്ടോ എന്ന്. ഇതിൽ പരം വേറെ എന്ത് തെളിവ് വേണം? ഓക്കെ, ഇനി അടുത്ത ചോദ്യം വന്നോട്ടെ. ഏകദേശം 1.25 മണിക്കൂറായി നമ്മുടെ സംവാദം. എന്റെ ചോദ്യം ഇനി ആർക്കെങ്കിലും ചോദിച്ചോളൂ. മഞ്ജുള ടീച്ചർ ചോദിച്ചോളൂ. അല്ല, മഞ്ജുള മധു ആയിക്കോട്ടെ, ചോദിച്ചോളൂ. സർ, ഞാൻ പ്രിയയാണ് ചോദിച്ചത്. അല്ലേ? ഇപ്പൊ അസൈൻമെന്റ് ഞങ്ങൾ ജനുവരിയിൽ ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് 2021 ജോയിൻ ചെയ്തവരുടെ അതേ അസൈൻമെന്റ് തന്നെയാണോ ഫസ്റ്റ് സെമിനുണ്ടോ? 2021 ജോയിൻ ചെയ്തവരുടെ അതേ അസൈൻമെന്റ് തന്നെയാണോ സെമിനുണ്ടോ? അല്ല, ആക്രാന്തം പാടില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഓക്കെ, മനസ്സിലായി. മാറും. അസൈൻമെന്റിന്റെ കോളത്തിലേക്ക് നിങ്ങൾ കേറിയാൽ അതൊരു മായാലോകമാണ്. ഏതെങ്കിലും എഴുതിക്കൊണ്ട് വച്ചാലും 0 മാർക്ക് കിട്ടും. അതിനാണ് പ്രോഗ്രാം ഗൈഡ് നന്നായി ഡൗൺലോഡ് ചെയ്ത് വായിക്കണം എന്ന് പറയുന്നത്. പേപ്പറും പേനയുണ്ട്. പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ്, പ്രോസ്പെക്ടസ് ഡൗൺലോഡ്, പ്രാക്ടിക്കൽ മാനുവൽ ഡൗൺലോഡ് എഴുതി വെക്കൂ. അസൈൻമെന്റ് ഡൗൺലോഡ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ്. ബൈബിൾ ഓഫ് ദ ലേണർ ആണ് ഈ പ്രോഗ്രാം ഗൈഡും പ്രോജക്ട് മാനുവലും. എൻവയോൺമെന്റൽ സയൻസിലൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽസ് ഉണ്ടല്ലോ. അപ്പൊ പ്രാക്ടിക്കൽ മാനുവൽ, പ്രാക്ടിക്കം എന്നുള്ള വാക്കാണ് പറയുന്നത്. പ്രാക്ടിക്കം മാനുവൽ സാധാരണ കിട്ടും. അത് നന്നായിട്ട് വായിക്കണം. അതിൽ കുറെ അന്നക്സേഴ്സ് ഉണ്ട്. അന്നക്സേഴ്സിന്റെ ഒക്കെ സഫീഷ്യന്റ് കോപ്പി എടുത്ത് വെക്കണം. ഞാൻ ചെയ്തിരിക്കുന്നത് എന്റെ പ്രോഗ്രാം ഗൈഡ് അതുപോലെ പ്രോജക്ട് ഗൈഡിന്റെ ഒക്കെ 3 ഫോട്ടോസ്റ്റാറ്റ് ഞാൻ എടുത്തു വെക്കും. നിങ്ങൾക്ക് ഭ്രാന്തിന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 3 എണ്ണം എടുത്തു വെച്ചിട്ട് ഒറിജിനലിനെ അങ്ങനെ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. കാരണം നാളെ എനിക്ക് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. MSW സ്റ്റുഡന്റ്, MSc CFT സ്റ്റുഡന്റ്, MA സൈക്കോളജി സ്റ്റുഡന്റ്, BA സൈക്കോളജി സ്റ്റുഡൻസ്, BSW സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ ഞാൻ കുറെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതാണ് എന്റെ ഇപ്പോഴത്തെ തൊഴിലും. ആഫ്റ്റർ റിട്ടയർമെന്റ് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ എന്റെ ഡിസിഗ്നേഷൻ. കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരെ ഞാൻ ഗൈഡ് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾക്കും ആകാം.
കോടീശ്വരനല്ല, നല്ല ലേണർ ആയിട്ട്. ഓക്കെ, യെസ്, പറഞ്ഞോളൂ. ഇനി അടുത്ത വേറെ ഒരാൾ. ആഷിക്ക എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആഷിഖ്, ഓക്കെ. റീന ദേവദാസ്, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിക്കാനില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ യോഗം അവസാനിപ്പിക്കാം. എക്സാമിന്റെ ഡേറ്റ് എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? എക്സാമിന്റെ ഡേറ്റ് ഏതാണ് പ്രോഗ്രാം ചെയ്യുന്നത്? നിങ്ങളൊന്ന് പരിചയപ്പെട്ടോട്ടെ. ഓണേഴ്സ്. ഞാൻ MBA ഹിസ്റ്ററി ഓണേഴ്സ്. ഏതാ? BA ഹിസ്റ്ററി ഓണേഴ്സ്. ഓക്കെ, ഓക്കെ. BA HIH. ഓക്കെ. ദെൻ സ്റ്റഡി സെന്റർ നിർമ്മലഗിരി. സ്റ്റഡി സെന്റർ നിർമ്മലഗിരി. നിർമ്മലഗിരി. ഓക്കെ, ഓക്കെ. എക്സാമിന്റെ ഡേറ്റ് അറിയേണ്ടത്? ഈ എക്സാമിന്റെ ഡേറ്റ് എപ്പോഴായിരിക്കും? ഏത് എക്സാമിന്റെ? നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ പറയൂ. ആദ്യത്തെ 4 അക്കം. 210 210. അപ്പൊ അതായത് 2109 ജൂലൈ 21 സ്റ്റുഡന്റ് ആണ്. അതെ, ജൂലൈ 21 സ്റ്റുഡന്റ് ആണ്. അഡ്മിഷൻ എടുത്തത് നവംബർ 22-നാണ് എടുത്തത്. നിങ്ങൾക്ക് ജൂണിലാണ് നോർമലി പരീക്ഷ നടക്കേണ്ടത്. നോർമലി ജൂൺ 22-ലാണ് പരീക്ഷ നടക്കേണ്ടത്. ഡിസംബർ 21 പരീക്ഷ ഇപ്പോൾ മാർച്ച് 4-ാം തീയതി മുതലാണ് നടക്കുന്നത്. ഞാൻ അങ്ങനെ ചോദിച്ചത്. അതിന് പല ഇഷ്യൂസസ് ആണല്ലോ, നാഷണൽ കാലമിറ്റീസ് ആണല്ലോ കാരണം. ഈ വർക്കിംഗ് ഡേയ്സിലായിരിക്കും സാർ എക്സാം ഉണ്ടാവുക? ഈ വർക്കിംഗ് ഡേയ്സിലായിരിക്കും സാർ എക്സാം ഉണ്ടാവുക? ആയിക്കോട്ടെ, അതിനെന്താ ലീവ് എടുക്കേണ്ടി വരും? നിങ്ങൾക്കൊരു ഡിഗ്രി അല്ലേ കിട്ടാൻ പോണേ? എല്ലാ അവധി ദിവസമായാലും എങ്ങനെ? ഡിഗ്രിയും PG ഉണ്ട്, ഡിഗ്രിയും PG ഒക്കെ ഉണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു ഡിഗ്രി എടുക്കുന്നതാണ്. ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു ഡിഗ്രി എടുക്കുന്നതാണ്. അപ്പൊ അഡീഷണൽ എടുക്കുമ്പോ നമുക്ക് പരീക്ഷ എപ്പോഴും ടീച്ചറെ? അല്ല, അങ്ങനെ പറഞ്ഞതല്ല. ഈ വർക്കിംഗ് ഡേയിലാണ് നമുക്കിപ്പോ 8 വിഷയം ഉണ്ടല്ലോ. 8 എക്സാമിനും 8 ദിവസം ലീവ് എടുക്കേണ്ടി വരും. വർക്കിംഗ് ഡേ പോവും. അതറിയാം. 8 വർക്കിംഗ് ഡേ പോവും. ഹോളിഡേസിലെല്ലാം അവിടെ 8 വർക്കിംഗ് ഡേയും പോവും ചിലപ്പോ. അങ്ങനെ വിശ്വസിച്ച് തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറാവും. അങ്ങനെ വിശ്വസിച്ച് ചിലത് നഷ്ടപ്പെട്ടാലേ ചിലത് കിട്ടുകയുള്ളൂ. നിർമ്മലഗിരിയിലെ സെന്ററിലായിരിക്കും എക്സാം ഉണ്ടാവുക. അതെ, അതെ, നിർമ്മലഗിരിയിലെ സെന്ററിലായിരിക്കും എക്സാം ഉണ്ടാവുക. All study centers are not examination centers, but all exam centers are study centers.